Hi students, today we are discussing non-linear data structures. Linear data structuresഉം non-linear data structuresഉം തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് സീക്വൻഷ്യൽ ഓർഡറിലാണെങ്കിൽ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സിലെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് റാൻഡം ഓർഡറിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ്, നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഓരോന്നായിട്ട് നോക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ കണ്ടത് അറേസ് ആണ്. അറേസിൽ നിങ്ങൾക്കറിയാം 0 to n-1 ആണ് നമ്മുടെ ഇൻഡെക്സിങ് വരുന്നത്. ദെൻ നിങ്ങൾ ഫസ്റ്റ് എലമെൻറ്റ് 0, 1, 2 ഈ ഒരു കണ്ടിന്യൂസ് ലൊക്കേഷൻസിലാണ് നിങ്ങൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് സ്റ്റാക്ക്. സ്റ്റാക്കിലായിക്കോട്ടെ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയ്ക്ക് ഒരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ടായിരിക്കണം. ദെൻ ടോപ്പിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കുള്ളൂ. അഗെയിൻ ക്യൂ, ഇവിടെയും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കണ്ടിന്യൂസ് ലൊക്കേഷൻസിലാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. 0 to n-1 തന്നെ. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ടിലൂടെ ഡിലീഷനും ബാക്കിലൂടെ റയർ എൻഡിലൂടെയാണ് ഇൻസേർഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെയും ഒരു പെർട്ടിക്കുലർ ഓർഡർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അടുത്തതാണ് ലിങ്ക് ലിസ്റ്റ്. ലിങ്ക് ലിസ്റ്റിൽ നമ്മൾ കണ്ടിന്യൂസ് ലൊക്കേഷൻസിലല്ല ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, പക്ഷെ അവിടെയും ഒരു ഓർഡർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. ആദ്യം ഫസ്റ്റ് നോഡ്, ദെൻ ഈ നോഡ് വിസിറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. സോ സെക്കൻഡ് നോഡ് എന്തായാലും ഇത് തന്നെയായിരിക്കണം, ദെൻ തേർഡ് നോഡ് ഇതായിരിക്കണം. സോ ഇവിടെ കണ്ടിന്യൂസ് ലൊക്കേഷൻസിലല്ല ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, എന്നിരുന്നാൽ പോലും ദർ ഷുഡ് ബി എൻ ഓർഡർ. സോ ഇതാണ് ഈ ഒരു കൺസെപ്റ്റാണ് ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സാണ്. ഇഫ് ദി എലമെൻറ്റ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ആർ നോട്ട് സ്റ്റോർഡ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ, ദെൻ ഇറ്റ്സ് എ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. All the elements are distributed over a plane. ഒരു പ്ലെയിനിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഡാറ്റ സ്റ്റോർ ചെയ്യാം. അതിനൊരു പെർട്ടിക്കുലർ ഓർഡർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ട്രീ ആൻഡ് ഗ്രാഫ്. ആദ്യം ഗ്രാഫ് എന്താണെന്ന് നോക്കാം. എ ഗ്രാഫ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വെർട്ടിസസ് ആൻഡ് എഡ്ജസ് വെർ എൻ എഡ്ജ് കണക്ട്സ് എ പെയർ ഓഫ് വെർട്ടിസസ്. അപ്പോൾ എന്താണ് വെർട്ടിസസ്? വെർട്ടിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ഓരോ നോഡ്സ് ആണ്. ഓക്കെ, V1, V2 ആൻഡ് V3, V4. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാനൊരു പ്ലെയിനിൽ ഈ ഡാറ്റ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനൊരു പ്രത്യേക ഓർഡർ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ആദ്യം V1-ൽ നിന്ന് V2-ലോട്ട് കണക്ട് ചെയ്യുന്നു, ദെൻ V2-ൽ നിന്ന് V3-ലോട്ട് കണക്ട് ചെയ്യുന്നു, V2-ൽ നിന്ന് തന്നെ V4-ലേക്കും കണക്ട് ചെയ്യും. സോ ഇതിപ്പോൾ ഒരു ഗ്രാഫാണ്. ഇതിലെ ഓരോ വേർട്ടീസസും കണക്ട് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് എഡ്ജസ് ആണ്, E1, E2 ആൻഡ് E3. സോ എ ഗ്രാഫ് ഈസ് എ കളക്ഷൻ ഓഫ് വേർട്ടീസസ് ആൻഡ് എഡ്ജസ്. ഈ വിയിൽ ഉള്ളത് V എന്ന് പറയുന്ന സെറ്റിലുള്ളത് V1, V2 ആൻഡ് V3, V4. ഓക്കെ, എഡ്ജസിൻ്റെ സെറ്റിലുള്ളത് E1, E2 ആൻഡ് E3. സോ ഈ ഇയുടെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് ജനറലി പറയുന്നത്. ഇനി ഒരു ഗ്രാഫിൽ നിന്നും ട്രീയിലോട്ട് വരുമ്പോൾ എന്തൊക്കെ ഡിഫറൻസ് ആണ് നമുക്ക് ഉണ്ടാവുക? എ ട്രീ ഈസ് കൺസിഡേർഡ് ആസ് എ മിനിമലി കണക്റ്റഡ് ഗ്രാഫ് വിച്ച് മസ്റ്റ് ബി കണക്റ്റഡ് ആൻഡ് ഫ്രീ ഫ്രം സൈക്കിൾസ്. മെയിൻ ഡിഫറൻസ് ട്രീയിൽ ഒരിക്കലും സൈക്കിൾസ് ഫോം ചെയ്യില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സൈക്കിൾ? ഞാൻ നേരത്തെ വരച്ചത് ഇതൊരു ഗ്രാഫാണ്. സോ ഈ ഗ്രാഫിൽ ഞാൻ V1-ൽ നിന്ന് ട്രാവേഴ്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. V1, V2, V4, എഗെയിൻ ഇവിടെ ഒരു എഡ്ജും കൂടി ഉണ്ടെന്ന് കരുതുക. എനിക്ക് എന്ത് ചെയ്യാം? V1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് V2, V4 ആൻഡ് V1-ലോട്ട് തന്നെ റീച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ അവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്തു. ഇങ്ങനെയുള്ള ലൂപ്സിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ട്രീയിലോട്ട് വരുമ്പോൾ ഈ സൈക്കിൾസ് ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല.
രണ്ടാമത്തെ പോയിന്റ്, ദർ ഇസ് എ സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് നോഡ് കോൾഡ് റൂട്ട്. ഓരോ ട്രീക്കും ഒരു സ്പെഷ്യൽ നോഡ് ഉണ്ടായിരിക്കണം. അതതിൻ്റെ ഫസ്റ്റ് നോഡാണ്. ദ ഫസ്റ്റ് നോഡ് ഓഫ് ദ ട്രീ ഈസ് കോൾഡ് എ റൂട്ട് നോഡ്. ഫസ്റ്റ് നോഡിനെയാണ് റൂട്ട് നോഡ് എന്ന് പറയുന്നത്. അത് ഒരു ട്രീക്ക് ഒരു റൂട്ട് നോഡേ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. If this root node is connected by another node, the root is then parent node and the connected node is child node. നമുക്കൊന്ന് നോക്കാം. സോ ഞാൻ എൻ്റെ ട്രീ വരയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് നോഡ്. ദെൻ ഈ നോഡിൽ നിന്ന് ഒരു ചൈൽഡിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ചൈൽഡ് നോഡ് 1 2 3 ചൈൽഡ് നോഡിനെ ക്രിയേറ്റ് ചെയ്യണം. സോ ഇത് പാരൻറ്റ് നോഡാണ്. ഇതിൻ്റെ 3 ചൈൽഡ്സാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഇത് ഓരോന്നും ചൈൽഡ് നോഡാണ്. ക്ലിയർ? ദെൻ ഈ ചൈൽഡ് നോഡിനെ അഗെയിൻ വേണമെങ്കിൽ അടുത്ത ചൈൽഡിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ ഇപ്പോൾ ഈ ചൈൽഡ് നോഡ് എന്തായി മാറി? ഒരു പാരന്റ് നോഡായി മാറി. ഇത് ഒരു ചൈൽഡ് നോഡായിട്ട് മാറി. ഓക്കെ. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ നോഡിനും ഒരൊറ്റ പാരന്റ് നോഡേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഏത് നോഡ് എടുത്ത് നോക്കുക, ഇതിൻ്റെ പാരന്റ് ഇതാണ്. ഇതിന് ഓരോ പേര് കൊടുക്കാം. എ, ബി, സി, ഡി, ഇ, എഫ്, ജി. ഇയുടെ പാരന്റ് ബി ആണ്, എഫിൻ്റെ പാരന്റ് ബി ആണ്. സോ ഓരോ നോഡിനും ഒരൊറ്റ പാരന്റേ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ റൂള്. ഒന്നിൽ കൂടുതൽ പാരൻസ് ഒരു നോഡിനും പാടില്ല. ഇനി അതാണ് ഒരു റൂള്. നെക്സ്റ്റ്, ഈ ഒരു ട്രീ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ റൂട്ട് നോഡ് ഏതാണ്? ഇതിൻ്റെ റൂട്ട് നോഡ് എ ആണെന്നാണ് ഞാൻ പറയാം. കാരണം എക്ക് മാത്രം ആരില്ല? പാരൻ്റ് ഇല്ല. സോ ഫസ്റ്റ് നോഡിനെയാണ് ഈ ട്രീയുടെ റൂട്ട് നോഡ് എന്ന് പറയുന്നത്. അത് എ ആണ്. കാരണം എ എന്ന് പറയുന്ന ഈ നോഡിന് ആരില്ല? പാരൻ്റ് ഇല്ല. ദെൻ ബാക്കിയുള്ള ബി, അപ്പോൾ ഇതിൻ്റെ റൂട്ട് നോഡ് എ ആണ്. ഇനി ഇതിൻ്റെ ചൈൽഡ് നോഡ്സ് ബി, സി, ഡി, ഇ, എഫ്, ജി. ഇതൊക്കെ ഇതിൻ്റെ ചൈൽഡ് നോഡ്സാണ്. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് ലീഫ് നോഡ്. എന്താണ് ലീഫ് നോഡ്? അതായത് ചൈൽഡ് ഇല്ലാത്ത, നമ്പർ ഓഫ് ചൈൽഡ് 0 ആയിട്ടുള്ള നോഡ്സിനെയാണ് ചൈൽഡ് നോഡ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രീ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിലെ ചൈൽഡ് നോഡ് ഏതൊക്കെയായിരിക്കും? ഇ, എഫ്, ജി. കഴിഞ്ഞോ? ഇല്ല, സി കൂടി അതിൽ പെടും. കാരണം എന്താ? സിക്ക് എന്തില്ല? ചൈൽഡ് നോഡില്ല. സോ ഇതാണ് ഒരു ട്രീയുടെ ഒരു കൺക്ലൂഷൻ. ആൻഡ് ഒരിക്കലും ഒരു ട്രീയിൽ എന്ത് പാടില്ല? സൈക്കിള് ഫോം ചെയ്യാനായിട്ട് പാടില്ല. ഇത്രയാണ് ട്രീയുടെ ബേസിക് ടെർമിനോളജീസ്. ഇനി ഈ ഒരു ട്രീ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിലെ ഓരോ സബ് ട്രീസാണ് ഇതൊക്കെ. ഈ ഒരു ട്രീയിലെ മെയിൻ ട്രീയിലെ സബ് ട്രീ ആണ് ബി, ഇ, എഫ് എന്ന് പറയുന്നത്. എഗെയിൻ ഇറ്റ്സ് എ ട്രീ. സി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രീ. ഡി, ജി അതും ഒരു ട്രീ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതെല്ലാം സബ് ട്രീസ് ആണ്. ഇങ്ങനെ ഈ സബ് ട്രീസ് ഒക്കെ കൂടി ഫോം ചെയ്തിട്ടാണ് നമുക്കൊരു വലിയ ട്രീ ഫോം ചെയ്യാൻ പറ്റുക. ഇനി ഒരു ട്രീ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു ട്രീക്ക് ഒരൊറ്റ ഒരൊറ്റ റൂട്ട് നോഡേ ഉണ്ടാവുള്ളൂ. ആ ഒരു റൂട്ട് നോഡ് എന്ന് പറയുന്നത് എ ആണ്. റൂട്ട് നോഡിന് ഒരിക്കലും ആരുണ്ടാവില്ല? പാരന്റ് നോഡ് ഉണ്ടാവില്ല. ഇത്രയാണ് ട്രീയുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ്. നെക്സ്റ്റ്, നിങ്ങൾക്ക് ഞാൻ 2 ഫിഗർ തന്നിട്ട് ഈ 2 ഫിഗർ അനലൈസ് ചെയ്തിട്ട് ഇതിലേതാണ് ട്രീ, ഏതാണ് ഗ്രാഫ് എന്ന് നിങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഫിഗർ 1 ഞാൻ അനലൈസ് ചെയ്യാണ്. ഫിഗർ 1 അനലൈസ് ചെയ്യുമ്പോൾ എനിക്കറിയാം ട്രീയിൽ ഒരിക്കലും എന്തുണ്ടാവില്ല? സൈക്കിൾ ഉണ്ടാവില്ല. ഫിഗർ 1 ആൻഡ് ഫിഗർ 2 അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഫിഗർ 2 നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഡി, ഇ, എഫ്, ജി, എച്ച്. സോ ഇതൊരു സൈക്കിളാണ്. അപ്പോൾ സൈക്കിൾ ഈ ഒരു
ഗ്രാഫിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതൊരിക്കലും എന്താവില്ല, ട്രീ ആവില്ല. ഇനി ഞാൻ നോക്കുന്നത് ഇവിടെ ഫിഗർ 1 സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഫിഗർ 1 എനിക്കൊരു സൈക്കിള് കാണാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ അവിടെ ഒരു റൂട്ട് നോഡ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കാരണം ഇതിൻ്റെ പാരന്റ് നോഡ് ഇല്ല. എ എന്ന് പറയുന്ന ഈ നോഡിന് പാരന്റ് നോഡ് ഇല്ല, ആൻഡ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് നോഡ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അതിൻ്റെ റൂട്ട് നോഡ്. പിന്നെ ബാക്കിയെല്ലാം സബ് ട്രീസ് ആണ്. ചൈൽഡ് നോഡ്സ് ഉണ്ട്, ലീഫ് നോഡ്സ് ഉണ്ട്. GDGHF ഇതൊക്കെ ലീഫ് നോഡ്സ് ആണ്. സോ ഇത് ഒരു ട്രീയുടെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫിഗർ 1 ഒരു ട്രീ ആണ്, ആൻഡ് ഫിഗർ 2 ഒരു ഗ്രാഫാണ്. സോ ഇതാണ് മേജർ ഡിഫറൻസ്, ട്രീ ആൻഡ് ഗ്രാഫ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലെയിനിൽ ഞാൻ എൻ്റെ ഡാറ്റയെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ദർ ഈസ് നോ പെർട്ടിക്കുലർ ഓർഡർ ഫോർ ഡിസ്ട്രിബ്യൂട്ടിങ് ദീസ് നോട്ട്സ്. എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഈ നോട്ട്സിനെ ആക്സസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഈ നോട്ട്സിനെ അറേഞ്ച് ചെയ്യാം. ഇവിടെ ഒരു ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ട്രീസ് ആൻഡ് ഗ്രാഫ്സ് ആർ കോമൺലി നോൺ ആസ് നോൺ ലീനിയർ data structure. Okay.